ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. ടെമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് 7 ഡേയ്സ് എന്ത് ഗുഡ് ന്യൂസ് ആണ് അല്ലെങ്കിൽ എന്ത് ശുഭവാർത്തയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് അവിചാരിതമായി നിങ്ങളിലേക്ക് എന്തോ ഒന്ന് വരുന്നുണ്ട്. അപ്പൊ അത് എന്താണ്, എന്ത് ശുഭവാർത്തയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നെക്സ്റ്റ് 7 ഡേയ്സിൽ എന്ത് ശുഭവാർത്തയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്? ആദ്യം നമ്മൾ ഒറക്കിൾ കാർഡ്സ് ആണ്, ഡെസ്റ്റിനി ഒറക്കിളാണ് റീഡ് ചെയ്യുന്നത്. ഓപ്പണസ്, പ്യൂരിറ്റി, സക്സസ്, ഹീലിംഗ് ചാവോസ്, ബോട്ടം വന്നിരിക്കുന്നത് ലീഡർഷിപ്പാണ്. ടാരോ കാർഡ്സ് നോക്കാവേ. Eight of Wands, Three of Wands, ജസ്റ്റിസ് ഒരു കാർഡുണ്ട്, സിക്സ് ഓഫ് വാൻഡ്സ്, ബോട്ടം വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കോയിൻസ് ആണ്. നമുക്കിനി മൂണോളജി നോക്കാവേ. മൂൺ കാർഡ്സ്, അതായത് നമുക്ക് അമാവാസിയല്ലേ വരുന്നത്, മൂണിന്റെ എനർജി എന്താണെന്ന്. യുവർ കമ്മിറ്റ്മെന്റ് ഇസ് ബി ട്രസ്റ്റഡ്, ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. ഒരു കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് റീഡ് ചെയ്യാവേ. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് ബാക്ക്. ബോട്ടം വന്നിരിക്കുന്നത് ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. സോറി, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ 2-3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഫോർച്യൂൺ ടെല്ലിംഗ് കാർഡ്സും കൂടെ ഒന്ന് നോക്കാവേ. ഹാർട്ടാണ് വന്നിരിക്കുന്നത്. ക്യാറ്റ്, ഹാൻഡ് ഷേക്ക്, ഒരു കാർഡ് കൂടെ എടുക്കാം, ഫാൻ. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ഓപ്പണസ് ആണ്. എന്തൊക്കെയോ ചില തുറന്നു പറച്ചിലുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു.
ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഡോഗ് ഫാർ അവേ എന്നാണ്. ഡിസ്റ്റന്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഓഫ് യു. അപ്പൊ ഇവിടെ ചില തുറന്നു പറച്ചിലുകൾ, അതായത് അത്യാവശ്യമായ നിങ്ങളോട് ആരെങ്കിലും രഹസ്യമായി വെച്ചിരുന്നത്, അതായത് ചിലപ്പോഴൊക്കെ നിങ്ങളോട് ശത്രുത തോന്നാം, ചിലപ്പോഴൊക്കെ നിങ്ങളോട് അടുപ്പം തോന്നിയിട്ട് വീണ്ടും അക്കാര്യങ്ങളൊക്കെ നിങ്ങളോട് ആരെങ്കിലും ഒന്ന് പറയുന്നതാവാം. അതുമല്ല എങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടേതായ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ വന്നു, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ആഗ്രഹിച്ചിട്ടും അത് വന്നു ചേരാത്തത് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സക്സസിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരുപാട് സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളാണ്. അത് ഈ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ക്ലാരിറ്റി ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനഃശാന്തി ലഭിക്കുന്ന, മനസമാധാനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഒത്തിരി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ചില കാര്യങ്ങളിൽ എന്തുകൊണ്ടാണത് എന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ, അത് നിങ്ങളിൽ ചില വസ്തുതകൾ നിങ്ങൾക്ക് തുറന്ന് വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പ്യൂരിറ്റിയാണ് നമുക്ക് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് പണ്ടത്തേതിനേക്കാൾ കൂടുതലായിട്ടും കുറച്ചുകൂടി പരിശുദ്ധി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ചില മാലിന്യങ്ങളെ മായ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. മനസ്സിലായോ? മറ്റ് ആൾക്കാരെ കാണുമ്പോഴുള്ള അസൂയയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിദ്വേഷമോ പകയോ ഒക്കെ നേരത്തെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം. ആ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഇവിടെ മാറിക്കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ സാധിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയം കൂടുതലും പരിശുദ്ധിയിലേക്ക് നീങ്ങുന്നത്, ശുദ്ധത കൈവരുന്നത്. ഈ ശുദ്ധതയിലാണ് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പരിശുദ്ധി എന്ന് പറയുമ്പോൾ നിഷ്കളങ്കത. നിഷ്കളങ്കത എന്താണ്? കളങ്കമില്ലാത്ത ഒരവസ്ഥ. നമ്മളെപ്പോഴും പറയല്ലോ കുട്ടികളുടെ മനസ്സെന്ന്, അല്ലെ? കുട്ടികളുടെ മനസ്സിൽ എന്താണ്? കളങ്കം അധികമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ നിഷ്കളങ്കത എന്ന് കുട്ടിയുടെ സ്വഭാവത്തോട് ഉപമിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്വഭാവമാണ് ഈ സമയത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. എന്താന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ എന്തൊക്കെയാണ് ഇനി വേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സക്സസിലേക്ക് നീങ്ങാം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി എന്ത് സ്വഭാവത്തെയാണ് കളയേണ്ടത് എന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് ശുദ്ധി വരുത്താൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതല്ല എങ്കിൽ കുറച്ചുകൂടി ശുദ്ധി ഉണ്ടാകുന്നു, പരിശുദ്ധി ഉണ്ടാകുന്നു എന്നുള്ളത്, കളങ്കമില്ലായ്മ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ ആ ഒരു സവിശേഷത കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെയോ അതുവഴി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സക്സസിലേക്ക് നീങ്ങാൻ പോകുന്നു. സക്സസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തിനെയൊക്കെയോ നേടിയെടുക്കാൻ സാധിക്കുന്നു. ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന 6 ഓഫ് വാണ്ട്സ്, ജസ്റ്റിസ്. ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യായം, ഒരു നീതി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. ചിലർക്ക് കോടതി വഴി കേസുകൾ ഉണ്ടാവാം. ഇനി അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസുകളിലോ മറ്റോ കുടുങ്ങിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. ഇനി ഇതൊന്നുമല്ല എന്നാൽ പോലും മുന്നോട്ട് നീങ്ങുമ്പോൾ എന്താണ് സത്യസന്ധമായ വഴി, ഏതാണ് ഡിവൈൻ നിങ്ങൾക്കൊരു പോസിറ്റീവ് ലൈഫിലേക്ക് മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ വളരെയധികം പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു ജസ്റ്റിസ്. തന്നെയുമല്ല 6 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 6 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസ് ആണ്. 6 ഓഫ് വാൺസ് എന്ന് പറയുന്നത് സർവ്വകാര്യങ്ങളിലും വിജയം തരുന്നതാണ്. അത് ആവേശത്തോടു കൂടി നിങ്ങൾക്കത് സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. മുന്നോട്ട് പോകാൻ ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സ് കുറച്ചുകൂടി കോൺഫിഡൻസ് ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ചുകൂടി പാഷനേറ്റ് ആവാൻ സാധിക്കുന്നു. കുറെ നല്ലതുപോലെ ആവേശത്തോടുകൂടി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ നേടാൻ പോകുന്ന ചില കാര്യങ്ങൾ, ചില വിജയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അവിചാരിതമായിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന 6 ഓഫ് വാൺസ്. അതുപോലെ തന്നെ 3 ഓഫ് വാൺസ് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുക്കി കൂട്ടി വെച്ചിട്ട് കാത്തിരിക്കുന്ന എനർജി ആവാൻ, ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിന് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് വേണ്ടിയാവാം. അതിലേക്ക് നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എനർജി. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കടക്കാൻ സാധിക്കുന്നു. അത് എന്തിനു തേടി നിൽക്കുന്നു? എന്താണോ നിങ്ങൾ അന്വേഷിക്കുന്നത് അത് അവിചാരിതമായിട്ട് നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ജസ്റ്റിസ് അത് തന്നെയാണ്. അതുപോലെ ഈ ഒരു സക്സസ് എന്ന് പറയുന്ന കാർഡ് അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഹീലിംഗ് ചാവോസ് ആണ്. ഹീലിംഗ് ചാവോസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള കുഴപ്പങ്ങളെയും, എല്ലാ വിധത്തിലുമുള്ള നെഗറ്റിവിറ്റിയെയും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം സുഖപ്പെടുത്താൻ സാധിക്കുന്നു. അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു. ഇനി അതുമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ പ്രശ്നങ്ങൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്ന എന്താണ് 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൺസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന എനർജിയാണ്. അപ്പൊ ഇതെനിക്ക് സുഖമാകുമോ, അസുഖങ്ങളിൽ പെട്ടിരിക്കുന്നു, ഇതെനിക്ക് സുഖമാകുമോ, എന്തെങ്കിലും ആക്സിഡന്റിലൊക്കെ പെട്ടിരിക്കുന്നു, അതുമല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു, ഇവിടെ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ, ഒരു വ്യക്തത കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് 8 ഓഫ് വാൺസ് പറയുന്നത്. ചില യാത്രകൾ അത് നിമിത്തം നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കാൻ പോകുന്നുണ്ട്. ബിസിനസ് കാര്യങ്ങളിലാവാം, ചിലപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന എന്തെങ്കിലും സാമ്പത്തികപരമായ അഭിവൃദ്ധിക്കുള്ള കാര്യങ്ങളാവാം. അതിലൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു. അതിനി എങ്ങനെ പോകണം, എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ചില റിലേഷൻഷിപ്പിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ, രണ്ടുപേർ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന, അകന്നിരിക്കും, അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഒരു റീയൂണിയൻ സംഭവിക്കാനും ഉള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെയും നിങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങളുടെ കുഴപ്പങ്ങളെയൊക്കെ എന്താണ് ഹീലിംഗ് ചാവോസ് ആണ്, സുഖപ്പെടുത്തുന്നു, മാറ്റം വരാൻ പോകുന്നു, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നു ജീവിതത്തിൽ. ഇവിടെ അതിലൂടെ ഒരു സക്സസ് ലഭിക്കാൻ പോകുന്നു. ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിത് ലഭിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അതാണ് അവിചാരിതമായിട്ട്, അപ്രതീക്ഷിതമായിട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ചില പ്രശ്നങ്ങളിലുള്ള പരിഹാരമാണ്. ചില പ്രശ്നങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതിന്റെ ക്ലാരിറ്റി ലഭിക്കുന്ന, ചിലർക്ക് ജോലി കിട്ടാനും ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ, അതാണ് 8 ഓഫ് വാൺസ് പറയുന്നത്. അതിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരുപാട് കാലം കൊണ്ട് ഒരു പ്രൊമോഷന് വേണ്ടിയൊക്കെ നോക്കിയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു, അവിടെ ഒരു സക്സസ് ലഭിക്കുന്നു, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിലായാലും റിലേഷൻഷിപ്പിലായാലും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലായാലും എന്തൊക്കെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മുഴുവനും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സുഖപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്.
അങ്ങനെ പരിഹരിക്കുകയും ക്ലാരിറ്റി ലഭിക്കുകയും ഒരു വ്യക്തത കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു സക്സസിലേക്കാണ് ഇവിടെ നീങ്ങാൻ പോകുന്നത്. സർവ്വകാര്യങ്ങളിലും വിജയമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു ജസ്റ്റിസിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടം വന്നിരിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. കണ്ടല്ലേ, ഇവിടെ നിങ്ങൾക്കൊരു അധികാരഭാവം വരുന്നുണ്ട്. ലീഡറായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. എവിടെയെങ്കിലും എന്തിനെങ്കിലും ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ അതേപോലെയാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളെ ഒരു അധികാരിയായിട്ട് കാണുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു നേതൃത്വ പാഠവുമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നത്. അതനുസരിച്ച് മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറുകയും നിങ്ങൾക്ക് ആ സ്ഥാനം അവരുടെ മനസ്സിൽ കൽപ്പിച്ചു തരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബോട്ടം വന്നിരിക്കുന്നത് 6 ഓഫ് കോയിൻസ് ആണ്. കണ്ടില്ലേ, ഇവിടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അഭിവൃദ്ധി വരാൻ പോകുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ പ്രയത്നിച്ചതിനൊരു ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിൽ ആഗ്രഹിച്ചതാണ് സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടായെങ്കിൽ ജീവിതം മുന്നോട്ട് കുറച്ചുകൂടി സന്തോഷമായിട്ട് പോകാമായിരുന്നല്ലോ എന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികപരമായ അഭിവൃദ്ധി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എഫർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരിണത ഫലം ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്, ഇവിടെ ന്യൂമറോളജി കാർഡ് എടുത്തതിൽ യുവർ കമ്മിറ്റ്മെന്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ് എന്നുള്ളതാണ്. നിങ്ങൾ എന്തിന് കമ്മിറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ, ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കമ്മിറ്റഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങുകയാണോ, നിങ്ങളുടെ ജീവിതത്തിലാവാം, നിങ്ങളുടെ മറ്റു പല കാര്യങ്ങളിലും ആവാം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരികയാണ്, ഒരു കമ്മിറ്റ്മെന്റിലൂടെ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ടെസ്റ്റിന് വിധേയമാകുന്നു എന്നുള്ളതാണ്. ഇവിടെയും നിങ്ങൾക്കൊരു പരിവർത്തനമാണ് വരാൻ പോകുന്നത്. അതുപോലെ അടുത്തായിട്ട് ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം, പലപ്പോഴും നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. പാസ്റ്റ് ലൈഫിലെ കാര്യമാവാം, അതുപോലെ തന്നെ മുൻപെങ്ങോ നടന്നിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് കാലം വിഷമിപ്പിച്ചിരുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവാം. അതിനൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏതെങ്കിലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് അവിചാരിതമായിട്ട് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു മൂണിന്റെ എനർജി കുറച്ച് ദിവസം നിങ്ങളിൽ അനുഭവപ്പെടുന്നതാണ്. അടുത്തതായിട്ട് ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. നിങ്ങളുടെ പാസ്റ്റിലെ ഒരുപാട് കാര്യങ്ങൾ, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവാം, നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ, ചില ദുരനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം മുൻപേ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഒന്നും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനോ അല്ല എങ്കിൽ അതിനെ ഹോൾഡ് ചെയ്തിരിക്കാനോ പാടില്ല. ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ എപ്പോഴും മനസ്സിലിട്ട് നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുക. എപ്പോഴും എനിക്ക് അങ്ങനെ വന്നല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കത് അനുഭവിക്കേണ്ടി വന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, എന്തുകൊണ്ട് ഇത് വന്നു എന്നൊക്കെ, ഇതെന്റെ കർമ്മയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പാടില്ല. അതൊക്കെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു, അല്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞു, നിങ്ങൾ അതിൻ്റെതായ പരിണത ഫലം അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും അതിനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? അത്തരത്തിലുള്ള ഏറ്റവും വലിയ വലിയ പ്രശ്നങ്ങളെ, വിഷമങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങളുടെ എനർജി ഡൗൺ ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ചില സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടു പോകും, ചില അസുഖങ്ങൾ നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ ഫോർച്യൂൺ കാർഡ്സ് എടുത്തതിൽ വന്നിരിക്കുന്നത് ഹാർട്ടാണ് വന്നിരിക്കുന്നത്. ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ് ആണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും സ്നേഹം ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു. അവിചാരിതമായിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും സ്നേഹം എത്രയും പെട്ടെന്ന് ലഭിക്കാം, അല്ലെങ്കിൽ ഒരു ഡീപ്പ് അഫെക്ഷൻ, അതുപോലെ തന്നെ ആഴത്തിലുള്ള ഒരു അടുപ്പം, ഒരു സൗഹൃദം നിങ്ങളിലേക്ക് വരാം. വല്ലാത്തൊരു കെയറിങ് നിങ്ങൾക്ക് ലഭിക്കാം ഈ ഒരു സമയത്ത്. അതാണ് ഇവിടെ ഹീലിംഗ് ചാവോസ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കുഴപ്പങ്ങളെല്ലാം, നിങ്ങളുടെ അസുഖങ്ങളൊക്കെയും സുഖപ്പെട്ട് കിട്ടുന്നു എന്നിവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു എനർജിയാണ് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് കെയറിങ്ങിലൂടെ വരുന്നത്. ആരുടെയെങ്കിലും കെയറിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കെയറിങ് നിങ്ങൾ ആഗ്രഹിച്ചതാവാം, അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തെ തരുന്നതും ആവാം എന്നുള്ളതാണ്. ഹൃദയപരമായ ഒരുപാട് സന്തോഷങ്ങൾക്ക് വിധേയമാകാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്യാറ്റാണ് വന്നത്, 2 ഫേസ്ഡ് ഫ്രണ്ട്. ഇവിടെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളോട് അടുത്തു കൂടുന്നവർ രണ്ടു മുഖവുമായിട്ട് നിങ്ങളോട് ഒപ്പം നിന്ന് നിങ്ങളെ ചതിക്കാനുള്ള സാധ്യത, അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. മനസ്സിലായി? അതും ചിലപ്പോൾ അവിചാരിതമായിട്ട് കടന്നു വരാം, ആ ഒരു എനർജി അവിചാരിതമായിട്ട് കടന്നു വരാം. പക്ഷെ അതിനെ നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും, ഓവർകം ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അങ്ങനെ മനസ്സിലാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെ മറികടക്കാനും അതിലൂടെ മുന്നോട്ട് വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ ഹാൻഡ് ഷേക്ക് ആണ്. അവിചാരിതമായിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് ക്ഷണിക്കാം, അല്ലെങ്കിൽ ആരെയെങ്കിലും ഒന്ന് കണ്ടുമുട്ടാം, ഒരു അപരിചിതന്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സിലായി? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതോ ഒരു അപരിചിതരായ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളോട് അടുത്തുകൂടാനും അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ റൊമാൻസ് സെലിബ്രേഷൻ പാർട്ടിയാണ്. നിങ്ങൾക്ക് പ്രണയം വരുന്നുണ്ട്, അതിലൂടെ സെലിബ്രേഷൻ ചെയ്യാനുള്ള അവസരം, ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ റൊമാൻസ് സെലിബ്രേഷൻ പാർട്ടി. അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ലൈഫിലൊന്ന് എൻജോയ് ചെയ്യാനുള്ള സാഹചര്യം വരുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാനുള്ള സാഹചര്യം, ആരുടെയെങ്കിലും വിവാഹം നടക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളെ കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ പിരിഞ്ഞിരുന്നവർ തമ്മിൽ അടുത്തു ചേരാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് നിങ്ങളിലേക്ക് വരാം. അല്ല എങ്കിൽ ആ വ്യക്തികളുടെ എന്തെങ്കിലും ചില മെസ്സേജുകളോ കോളുകളോ ഒക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാഹചര്യമാണ് ഈ ഇത്രയും ദിവസങ്ങൾക്കകം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എ ഡിസ്റ്റന്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് ഓഫ് യു. കണ്ടില്ലേ, ഇവിടെ ഏതോ ഒരു ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായി? ഒരു ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിന്റെ ചിന്ത നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില നന്മകൾ വന്നു ചേരാം, അല്ല എങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടാനുള്ള സാധ്യതയാവണം. അതാണ് ഇവിടെ ബ്രിങ് ലവ് ഇൻ ടു ദ സിറ്റുവേഷൻ. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് എന്താണ്? ഏതൊരു സാഹചര്യമായാലും, നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യമായാലും അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞു പോകുന്ന സാഹചര്യമായാലും, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടിവിടെ ഫുൾ മൂൺ അമാവാസിയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ അക്വേറിയസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ പാലിച്ചിരിക്കേണ്ട ഒരു കാര്യം സ്നേഹം കൊണ്ടുവരാൻ ശ്രമിക്കുക. സ്നേഹത്തിലൂടെയാണ് എല്ലാം നമുക്ക് സാധ്യമാകുന്നത്. മനസ്സിലായോ? ഏതൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു, ഈ സാഹചര്യം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ സ്നേഹമെന്ന വികാരം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ആ ഒരു ഇമോഷൻസ് ലവിൻ്റെതായിരിക്കണം, ആ ഒരു തോട്ട്സ് ലവിൻ്റെതായിരിക്കണം. ഏത് സാഹചര്യം വന്നാലും അവിടെ സിൻസിയറായിട്ട് ലവ് എന്നുള്ള വികാരത്തെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും. അതുപോലെ മറ്റു ചില കാര്യങ്ങളിൽ സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും വന്നു ചേരും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.